അസ്സലാമലൈക്കും. സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരമണിക്കൂറിനകത്ത് ഒരു ചിക്കൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് ആർക്കും ഇതുപോലൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ അറിയില്ല എന്ന് പറയില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. പരസ്പരം ചോറുകൾ ഒട്ടുപിടിക്കാതെ നല്ല തുറുതുറുപ്പോടു കൂടിയുള്ള ഒരു ദം ബിരിയാണിയാണിത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ദം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 7-8 പച്ചമുളക് ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലും നമ്മൾ മുളകല്ല ചേർക്കുന്നത് കേട്ടോ, മുളക് പൊടിയല്ല ചേർക്കുന്നത്, കൂടുതലും പച്ചമുളകാണ് ചേർക്കുന്നത്. അതൊരു 7-8 പച്ചമുളക് കാണും. അതെല്ലാം ഞാൻ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മുളകിൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5-6 സവാള സ്ലൈസായി അരിഞ്ഞത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചെറിയുള്ളിയും കൂടി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിക്ക് നല്ല ടേസ്റ്റാണ്, ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് ഈ ചെറിയുള്ളിയും കൂടി ചേർക്കുമ്പോൾ. അപ്പോൾ ഒരു 10-15 ചെറിയുള്ളി ചതച്ച് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനാണ് ഈ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരണമെങ്കിൽ ഒരു അരമണിക്കൂർ മതി, ഫ്ലോപ്പാവാതെ ഇതുപോലൊരു നല്ല ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് ടൊമാറ്റോ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ ടൊമാറ്റോയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വഴന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി അടച്ച് വയ്ക്കാം. പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും സവാളയും എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. ഒരു 3/4 ടീസ്പൂൺ ചേർത്താൽ മതി. കാരണം നമ്മൾ ഒരു 8-10 പച്ചമുളക് ചതച്ച് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ എരിവ് ഉണ്ട്. അപ്പോൾ കൂടുതൽ എരിവുണ്ടായാൽ അത്ര നല്ലതല്ല കേട്ടോ ബിരിയാണി. അതുകൊണ്ട് 3/4 ടീസ്പൂൺ മാത്രമേ ഞാൻ ഇതിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി, എന്നിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും. അപ്പോൾ ഈ പെരിഞ്ജീരകത്തിൽ ഗ്രാമ്പ്, പട്ട, ഏലക്ക, തക്കോലം എന്നിവയൊക്കെ ചേർത്ത് പൊടിച്ച ഒരു പെരിഞ്ജീരക പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് അരപ്പൊക്കെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി 4 ഭാഗത്തു നിന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വീണ്ടും 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ആദ്യം ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നന്നായിട്ട് വെന്ത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഉള്ളിയും ടൊമാറ്റോയും എല്ലാം. ഇനി 1 കിലോ ചിക്കനാണ് ഞാൻ കഴുകി സ്ട്രെയിനറിൽ കൂടി തോരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് വെന്ത് വരുമ്പോൾ ഈ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഈ മിക്സിയിൽ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരച്ചെടുത്തില്ലേ, അതുകൊണ്ട് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി അതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ആവിയിൽ വേവാൻ വയ്ക്കുക. ഇനി നമുക്ക് അടച്ച് വയ്ക്കാവേ. ഇനി അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഏകദേശം ഇവിടെ ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ.
മുക്കാൽ വെന്ത് കിട്ടിയാൽ മതി. നമ്മളിത് ദമ്മിടുമ്പോൾ ആണ് ബാക്കി ഇരുന്ന് വേവുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ചുമന്ന കളറൊക്കെ മാറിയിട്ട് നല്ല ഒരു വൈറ്റ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 5 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ടില്ലേ, നന്നായിട്ട് കുറുവിയും കിട്ടിയിട്ടുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. വേറൊരു അടുപ്പിൽ ഞാൻ ദാ 1 കിലോ റൈസാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അതിന് 3 ഇരട്ടി വെള്ളം ഒരു കടായിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് അരി നന്നായിട്ട് കഴുകിയെടുത്ത് കേട്ടോ. ഒരു 7-8 വെള്ളം നമ്മൾ പശ പോകെ കഴുകിയെടുക്കണം. അതിനുശേഷം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് 75% വരെ വെന്ത് കിട്ടിയാൽ മതി. അതിനുശേഷം സ്ട്രെയിനിലേക്ക് ഒന്ന് ഒഴിച്ച് ഊറ്റി മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ കടായി തന്നെ ഞാൻ ദാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചിക്കനില്ലേ, അതിൽ നിന്നും കുറച്ച് ഗ്രേവിയും ചിക്കനുമായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള അടിയിലേക്ക് ഉള്ള തട്ടിൽ ഉള്ള ആവശ്യത്തിനുള്ള ഇറച്ചിയും ഗ്രേവിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സ്ട്രെയിനറിൽ ഊറ്റി വെച്ച ചോറ് നമുക്കിതിലേക്ക് പകുതി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചോറിട്ട് കൊടുക്കുകയാണ്. പകുതി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നിരത്തി കൊടുക്കുക. നിരത്തി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതിലേക്ക് നെയ്യോ ഡാൽഡയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഡാൽഡ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് അവിടെ എവിടെയായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഡാൽഡ ഉണ്ടെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ, ഡാൽഡ ഇട്ട് ചോറ് വെച്ചാൽ. പിന്നെ ഡാൽഡയും നെയ്യും കൂടിയായിട്ടും വേണമെങ്കിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു 1/4 ഭാഗം ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ആ ഗ്രേവിയോട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതൊന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ദമ്മിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ചോറ് നന്നായിട്ട് ചൂടാറി പോകരുത് കേട്ടോ. ആ ചൂടോടുകൂടി പെട്ടെന്ന് തന്നെ നമ്മൾ ദമ്മിട്ട് കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ള ചോറും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നിരത്തി കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മീതെയായിട്ട് നമുക്ക് ഡാൽഡയോ നെയ്യോ ഒഴിച്ച് കൊടുക്കാം. ഡാൽഡയോ നെയ്യോ ഒഴിച്ചു കൊടുക്കുമ്പോൾ ധാരാളം അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ചിക്കനിൽ ആവശ്യത്തിന് എണ്ണയും ആ ചിക്കൻ്റെ കൊഴുപ്പും എല്ലാം ഇറങ്ങി നന്നായിട്ട് ദമ്മിട്ട് കൊടുക്കുമ്പോൾ ആ ചോറിലൊക്കെ എല്ലാം ആയി കിട്ടും. അപ്പോൾ കുറച്ച് നെയ്യും ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പൊരിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും സവാളയും കൂടി ചേർന്നതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് മല്ലിയിലയും കൂടി ഒന്ന് അരിഞ്ഞത് വിതറി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ റൈസ് ഉണ്ടാക്കാൻ സാധാരണ വില കൂടിയ അരിയൊന്നുമല്ല, കൈമ അരിയാണ് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്ന നേരത്ത് ഞാനിതിൽ ലെമൺ ജ്യൂസോ വിനാഗിരിയോ ഒന്നും തന്നെ ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ബിരിയാണിയാണ്. പരസ്പരം ഒന്നും ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ബിരിയാണി ഞാൻ ദമ്മിട്ട് എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എയർടൈറ്റായിട്ടുള്ള ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ മീതെ ചൂട് കയറി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പരസ്പരം ഒരു ചോറും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്താൽ തീർച്ചയായിട്ടും ഫ്ലോപ്പ് ആവാത്ത ഒരു ബിരിയാണി തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ചോറൊന്നും പരസ്പരം ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല തുറുതുറുപ്പോട് കൂടിയുള്ള ബിരിയാണിയാണിത്. അപ്പോൾ ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.